നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി ഇന്ന് 2 കോടതികൾ പരിഗണിച്ചു. ഒന്നിൽ അറസ്റ്റ് തടഞ്ഞു, മറ്റൊരു ജാമ്യ ഹർജി പിന്നീട് പരിഗണിക്കും. അറസ്റ്റ് തടഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്നത് എന്നുള്ളതാണ് UDFന്റെ കൺവീനർ പറയുന്നത്. ഒളിവ് ജീവിതം തുടരുമോ? നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ VR അനൂപ്, അഡ്വക്കേറ്റ് MR അഭിലാഷ്, നിയമവിദഗ്ധൻ, ശ്രീ പ്രിൻറ്റു മഹാദേവ് BJPയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീ പ്രേംകുമാർ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നത് യാഥാർത്ഥ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അറസ്റ്റ് ഭയക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നു തന്നെ പറയാം. ഒരു പുറത്തേക്ക് വരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഒളിവ് ജീവിതം തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഒന്നാമത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യരൂപി ഈ കഴിഞ്ഞ കാലം അത്രയും ഒളിവ് ജീവിതത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളുടെ മുന്നിലും, മാധുവിനെ എന്നെയും പോലെയുള്ള സുഹൃത്തുക്കളുടെ മുന്നിലും, കോൺഗ്രസിൻ്റെ 100 കണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുന്നിൽ അയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അയാളുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഒരു സെക്ഷൽ കാനിബോളിൻ്റെ, ഒരു സെക്ഷൽ പ്രിഡേറ്ററുടെ, ഒരു സൈക്കോപാത്തിൻ്റെ തനി സ്വഭാവം ഒളിച്ചു വെച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ അയാൾ ഒളിവ് ജീവിതം തന്നെയായിരുന്നു നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാൾ കേരളത്തിന് പകരം വേറെ ഏതെങ്കിലും കാട്ടിൻ്റെ ഉള്ളിലോ വേറെ ഏതെങ്കിലും റിസോർട്ടിലോ കർണാടകയിലോ എവിടെയോ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന് അയാൾ ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ 2ാം വട്ടം ഓഡിയോ പുറത്തു വന്ന് ഇത് പിന്നെയും ഈ ഒരാഴ്ച മുന്നേ ഇത് പിന്നെയും എന്താ പറയുക ചർച്ചയിലേക്ക് വന്നതിൻ്റെ തലേ ദിവസം ഈ ചങ്ങാതി ഇതേപോലെ ഒരു അശ്ലീല മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ സംഭവം വന്ന നാൾ മുതൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും അപലപനീയമായിട്ടുള്ള മലയാളിയുടെ മൊത്തം സംസ്കാരത്തെയും ബോധത്തെയും ചോദ്യം ചെയ്യുന്ന ഡയലോഗുകൾ നിരന്തരം പറയുന്ന ആളാണ് അടൂർ പ്രകാശ് എന്നുള്ള UDFന്റെ ഭാഗ്യം ചെയ്ത കൺവീനർ. ശബ്ദം ആദ്യം കേട്ടപ്പോൾ ഓഡിയോ, അതായത് നിങ്ങൾ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്താ പറയുക സ്വഭാവം മാറ്റിയ ഓഡിയോ ടെലിവിഷൻ ചാനലുകളുടെ വന്ന സമയത്ത് ഇത് AI ആണ് എന്ന് പറഞ്ഞ ആളാണ് UDFന്റെ കൺവീനർ. എപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്? കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും അവർക്കുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ ബലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചങ്ങാതിയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും എല്ലാം ചെയ്തതിന് ശേഷവും ഇത് AI ആണ് എന്ന് പറഞ്ഞ ആളാണ് അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് ഇന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അതിനേക്കാൾ ദയനീയമായിട്ടുള്ളൊരു കാര്യം K. മുരളീധരൻ പറയുന്നത് കേട്ടു. അഡ്ജസ്റ്റ്മെന്റിനൊടുവിൽ നാളെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഇത് കാര്യങ്ങൾ നോക്കിക്കാണുന്ന നമുക്കറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം ആ ക്രൈം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ പ്രൊസീജിയറിന് വിധേയമാക്കുക എന്നാണ്. ജുഡീഷ്യൽ പ്രൊസീജിയർ എന്നുള്ളതാണ് പ്രധാനം. അറസ്റ്റ് ചെയ്യുക, ഇൻട്രോഗേറ്റ് ചെയ്യുക, കസ്റ്റോഡിയൽ ഓർ നോൺ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്നുള്ളത് ഈ ജുഡീഷ്യൽ പ്രോസസ് സ്ട്രിക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അതിലേക്കുള്ള ഒരു സംഗതിയാണ് അറസ്റ്റ് എന്നുള്ളത്. പക്ഷേ ഒരു MLA-യും രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സോഷ്യൽ ഫിഗർ, ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആകുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്, പൊളിറ്റിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. രണ്ടാമത്തെ ജുഡീഷ്യൽ പ്രൊസീജിയർ എന്നുള്ളതാണ്. ഇവിടെ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റിംഗ് ആണ്, സോഷ്യൽ ഓഡിറ്റിംഗ് ആണ്. അതിനോട് ഈ ദിവസം വരെ, അതായത് ഇന്നലെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളുന്നത് വരെ, സെഷൻസ് കോടതിയുടെ തള്ളുന്നത് വരെ കോൺഗ്രസ് നേതൃത്വം പകുതി അപ്പുറവും പകുതി ഇപ്പുറവുമായിട്ട് മാങ്കൂട്ടത്തിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്യുകയായിരുന്നു. ഈ അതിജീവിത മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് പരാതി ബോധിപ്പിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസിന്റെ തന്നെ ഇലക്ഷൻ പര്യടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇയാൾ മുങ്ങുന്നത്. ഇനി ഇവർ പറയുന്ന ഈ ന്യായം, അതായത് ഈ അറസ്റ്റ് ഡിലേ ചെയ്യിക്കുന്നത് ഇലക്ഷനിൽ CPM-നും LDF-നും ഗുണമുണ്ടാക്കാനാണ് എന്നാണെങ്കിൽ ഇവരൊരു കാര്യം ചെയ്താൽ മതിയല്ലോ.
ഈ മനുഷ്യൻ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസിനെ അറിയിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ വിചാരിക്കുന്നത്. കാരണം അവസാനം നമ്മൾ കേട്ട അയാളുടെ ഡയലോഗ് പ്രകാരം 2 കാലിൽ നടക്കുന്നിടത്തോളം കാലം ഞാൻ കോൺഗ്രസ്സുകാരനായി തുടരുന്ന പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലൊന്നും നഷ്ടപ്പെട്ടായിട്ട് നമുക്ക് ഇതുവരെ വാർത്തകളൊന്നും വന്നിട്ടില്ല. അപ്പൊ കോൺഗ്രസിന്റെ 22 എന്ന എണ്ണത്തിൽ ഒന്ന് ഇപ്പോഴും പാലക്കാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല. വ്യക്തിപരമായ തീരുമാനമാണ്, അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതൊക്കെ സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ആവശ്യപ്പെടാം. തീരുമാനമെടുക്കുന്നതേ രാഹുൽ മാങ്കൂട്ടത്തിലാകുന്നുള്ളൂ. കോൺഗ്രസിന് പക്ഷേ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച MLA എവിടെയാണെന്ന് ആ പാർട്ടിക്ക് അറിയില്ല. അതറിയാനുള്ള യോഗം പാലക്കാട്ടുകാർക്കില്ല. പക്ഷെ ആഭ്യന്തരമന്ത്രിക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ. സാങ്കേതികമായിട്ട് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണ്, പാലക്കാടിന്റെ MLA ആണ്, കേരള നിയമസഭയിലെ അംഗമാണ്. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിലവിലുള്ള നിയമങ്ങൾ പോലും മാറ്റി എഴുതാൻ ഉത്തരവാദപ്പെട്ട കേരള നിയമസഭയിലെ ഒരു അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ജയിച്ചു വന്ന് കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ്. ഇന്നേ വരെ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് ഇയാളോട് ഉന്നയിച്ചിട്ടില്ല. ഇനി അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കി കഴിഞ്ഞ ഒരാളോട് എങ്ങനെയാണ് രാജിവെക്കണം എന്ന് പറയാം. കോൺഗ്രസിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിവിചിത്രമാണ്. ഇന്ന് നിങ്ങൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു, ഇയാൾക്ക് ഹൈക്കോടതി നോൺ ടു അറസ്റ്റ് 1ാമത്തെ കേസിൽ അലൗ ചെയ്ത സമയത്ത് അത്യാഹ്ലാദം പ്രകടിപ്പിക്കരുത് എന്ന് KPCC നിർദ്ദേശം നൽകി എന്നുള്ളത്. അപ്പൊ ആഹ്ലാദമാവാം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ഒരാളല്ലേ, എന്തിനാണ് ആഹ്ലാദ പ്രകടനം നടത്തരുത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലേ 2ാമത്തെ വിധി വന്നപ്പോൾ ദുഃഖാചരണം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നു UDFന്റെ എത്രയോ പ്രൊഫൈലുകൾ, എസ്പെഷ്യലി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റിനിയുടെ വീട്ടിൽ പോയിട്ട് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താണ്. അവർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പം കോൺഗ്രസിന്റെ ശരീരത്തിൽ നിന്ന് ഇയാൾ പുറത്തുപോയി എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ആഭാസന്മാരായ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അവരുടെ നേതാവ് തന്നെയാണ്. ആ ടീമിന് കോൺഗ്രസിലെ വളരെ തലമുതിർന്ന വളരെ സീനിയറായ ലീഡേഴ്സിനെ പോലും ഭീഷണി പുറത്ത് നിർത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വലിയൊരു അപജയം. ഈ ചങ്ങാതിനെ പടിക്ക് പുറത്താക്കിയിട്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് പോലും അത് അവരുടെ തലയ്ക്ക് തന്നെ വരുന്ന അവസ്ഥയാണ്. ശരി, ഞാൻ എങ്ങനെയൊക്കെ വരും. ശ്രീ VR അനൂപ്, കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ നിങ്ങളുടെ മുഴുവൻ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് വിജയിച്ച MLA, നിങ്ങൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിൽ ജാമ്യമില്ല എന്നൊരു തീരുമാനം വന്ന സമയത്ത് മാത്രം പുറത്താക്കിയ ഒരാൾ, അതായത് ധാർമ്മികതയോ പാർട്ടിയുടെ നൈതികതയോ നിലവിലുള്ള ആരോപണങ്ങളോ കേസോ കൂട്ടമോ പോലീസ് അന്വേഷിച്ച് നാടൊട്ടുക്ക് നടക്കുന്നതോ ഒന്നുമായിരുന്നില്ല. കോടതി വളരെ സാങ്കേതികമായി എടുത്ത ഒരു നിലപാട്, ജാമ്യമില്ല എന്നൊരൊറ്റ നിലപാടിൽ തങ്ങിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ളൊരു തീരുമാനം ഏറ്റവും അവസാനം സ്വീകരിച്ചത്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ MLA അല്ല, ഞങ്ങൾക്ക് ഇനി പാലക്കാട് ഞങ്ങളുടെ സീറ്റല്ല എന്നൊന്നും പറഞ്ഞു കളയില്ലല്ലോ അല്ലേ? അപ്പോ ഇതെല്ലാമായിട്ട് പിന്നെയും മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറുകയാണ്. മുഖ്യമന്ത്രിക്കാണ് അറിയാവുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മയല്ലേ? കോൺഗ്രസിന്റെ MLA ആണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയാം. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആള് ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആണെന്ന്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഡോക്ടർ പ്രേംകുമാർ ഇവിടെ ഹലോ എക്കോ ഉണ്ട്, ഒന്ന് എക്കോ ഇവിടെ ഡോക്ടർ പ്രേംകുമാറിനെ പോലെ ഒരാൾക്ക് വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറത്ത് കോൺഗ്രസിനെ ചാരി ആക്രമിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതാവാം. പക്ഷെ അദ്ദേഹം കടന്നു കയറി പറയാണ് കോൺഗ്രസ്സിൽ ഒരു കൂട്ടം ആഭാസന്മാരെന്ന്. ബഹുമാന്യനായ പ്രേംകുമാർ സാറേ, അങ്ങനെ ആഭാസന്മാർക്ക് പാർട്ടിയൊന്നുമില്ല. ആന്തൂരിലെ സാജൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവയെക്കുറിച്ച് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദുസ്സൂചനകൾ എഴുതിയത് CPMന്റെ പാർട്ടി പത്ര. ലിംഗം കൊണ്ട് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ സൈബർ അണികളെക്കുറിച്ച് പറഞ്ഞതാരാ? നിങ്ങളുടെ തന്നെ സഹയാത്രികയാണ്. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നാലും അത് എതിർക്കപ്പെടണമെന്നേ. കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ പറ്റുബുക്കിൽ ഇതിനെ എഴുതേണ്ടെന്നാ ഞങ്ങളുടെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ മാധു അടക്കം ചോദിച്ചു ഇതിനകത്ത് രാജിവെക്കാൻ പറയുമോ എന്ന്. ഞങ്ങൾക്ക് സാങ്കേതികമായി പറയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ KPC പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത് സാങ്കേതികമായി പറയാൻ കഴിയാത്ത സാഹചര്യം ഇന്നലെ മാത്രം ഉണ്ടായതാണ്. നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ മുതലാണ് ആ സാങ്കേതിക പ്രശ്നം നിങ്ങൾക്കുണ്ടായത്. നിങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ ജയിപ്പിച്ച MLA യോട് ഇത്രയധികം ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഇത് കോൺഗ്രസിന്റെ രീതിയല്ല,
ഈ പണി കോൺഗ്രസിൽ നടക്കില്ല, രാജിവെച്ച് പോകണമെന്ന് നിർദ്ദേശിക്കാനുള്ള സംഘടനാശേഷി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതും നിങ്ങളുടെ പരാജയമാണ്. അല്ല, പരാജയം എന്നൊക്കെ പറയുമ്പോൾ അത്ര വിമർശനങ്ങളൊക്കെ നിങ്ങൾക്കാവാം. നിങ്ങളതിനെക്കുറിച്ച് കോൺഗ്രസ് സ്വീകരിച്ച് ഈ പരാതിക്കാരിക്ക് പരാതി പറയാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആ സമയത്ത് ഇത്തരം പരാതികൾ പൊതുമധ്യത്തിൽ വന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് അതിനെ തള്ളിക്കളയുകയും അയാളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആദ്യം രാഷ്ട്രീയത്തിൽ നിന്നേ 1-2 ദിവസങ്ങൾക്കകം രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്ന പദവിയിൽ നിന്ന് ആദ്യം നീക്കം ചെയ്തു. 1-2 ദിവസത്തിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ ആധികാരികമായി ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയണമെങ്കിൽ അയാൾ പാർട്ടിയുടെ പ്രാഥമിക അംഗമായിരിക്കണം. അതിൽ നിന്ന് രണ്ടും നീക്കം ചെയ്തൊരു പാർട്ടിയല്ല. അങ്ങനെ നീക്കം ചെയ്തുകൊണ്ട് ഇയാൾ ഞങ്ങളിൽ പെട്ടവനല്ല, ഞങ്ങൾ ഇയാളിൽ നിന്ന് രാഷ്ട്രീയമായ ഞങ്ങളുടെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തതുകൊണ്ട് കൂടിയല്ലേ പരാതിക്കാരിക്ക് സധൈര്യം മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ഇയാളൊരു വ്യക്തിയാണ്, ഇയാൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ ഭാഗമല്ല. അതും അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ അയാളെ ശരിയല്ല. KPCC അധ്യക്ഷന് ഈ രണ്ടാമത്തെ പരാതി എത്തിയതിനു ശേഷം അതിനുശേഷമാണ് ഈ ജാമ്യ ഹർജി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അതല്ലല്ലോ. അല്ല, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് പ്രകടമായി പരാതിക്കാരികൾ രേഖാമൂലം ഒരു പരാതി ഉന്നയിക്കാതിരുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇതിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് പുറത്താക്കുന്നു നിലപാടെടുത്തത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം. എന്തായി പറയണത്? അല്ല, മാധുവിനെ തെറ്റി. ഞാൻ പറയുന്നത് എന്താണെന്നും താങ്കൾ ഉദ്ദേശിക്കുന്നത് രണ്ടാ. ഞാൻ പറഞ്ഞത് എന്താ, ആദ്യം ഇയാളെ പാർലമെന്ററി ബ്ലോക്കിൽ നിന്ന് മാറ്റി നിർത്തുകയും പ്രാഥമിക അംഗത്തിൽ പുറത്താക്കിയതല്ല ഞാൻ പറഞ്ഞത്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അയാൾ പാർട്ടിയിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് മാറ്റി പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് അയാളെ മാറ്റിയില്ലേ? ആ സമയത്ത് ഈ പറയുന്ന പരാതി ലിഖിത രൂപത്തിലുള്ളൊരു പരാതിയോ നിയമപരമായ ഒരു പരാതിക്കാരിയോ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇയാളെ ഓൺ ചെയ്യുന്നില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തത് കൊണ്ട് കൂടിയല്ലേ ഇയാളുടെ കൂടെ കോൺഗ്രസ് ഇല്ല, അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമില്ല, വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് സ്വയം നേരിടേണ്ടി വരും എന്നുള്ളതും ആ പരാതിക്കാരിക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിട്ടുണ്ടാവില്ലേ? ഞങ്ങൾ അയാളെ ഓൺ ചെയ്തില്ലല്ലോ, ഞങ്ങൾ അയാളെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞില്ലല്ലോ, രാഷ്ട്രീയമായ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതൊന്നും അങ്ങനെ കാണാതെ അതിജീവിതമാർക്ക് തോന്നുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അഡ്വക്കേറ്റ് VR അനൂപ്, രണ്ടാമത്തെ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് ഈ പരാതിയുമായി വന്ന പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന അധിക്ഷേപം, ആക്രമണം അത് കാണുകയാണ്. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത് പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന മുട്ടായ യുക്തികൾക്കപ്പുറത്ത് കോട്ട കെട്ടിക്കാക്കാൻ കോൺഗ്രസിന്റെ സംവിധാനമാകെ ഗ്രൂപ്പ് യോഗമടക്കം വാഹനമടക്കം ഉള്ള കാര്യങ്ങൾ എന്തിന്? ഈ രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന യാത്രയിൽ, ഈ പെൺകുട്ടി ഉപദ്രവിക്കാനുള്ള യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉണ്ടായിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഫെനി നൈനാൻ. ഇങ്ങനെ എന്ത് തോന്നിയവാസവും ചെയ്യാൻ, ഈ സംഘടനാ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ അതിനുശേഷവും മുൻപും സാധിച്ചിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ ഈ മാറ്റി നിർത്തിയെന്ന് പറയുന്നു. എത്ര കാലത്തേക്ക് എന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഒരു 6 മാസത്തേക്കാണ് സസ്പെൻഷൻ എന്നതുപോലും പറഞ്ഞോ? ഇല്ല. വിവാദം ഒന്ന് അടങ്ങിയാൽ ആകാം എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ഞാൻ എന്ത് തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിനും തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് തർക്കിച്ചല്ലോ. കോൺഗ്രസ്സുകാരനല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയോ? എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ സംഭവങ്ങളിൽ രമേശ് ചെന്നിത്തലയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് കോൺഗ്രസിന്റെ അണികളല്ലേ അവിടെ കയ്യൂക്ക് കാണിക്കാൻ ഇറങ്ങി തിരിച്ചത്? നിങ്ങളുടേതല്ല അല്ലേ? മാധു, കഴിഞ്ഞോ? 8:30 എനിക്ക് പറയാമോ? പറയൂ. അല്ല, എനിക്ക് പറയാമോ? എനിക്കത് പൂർണ്ണമായിട്ട് പറയാനൊരു അവസരം തരണം, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന അതിജീവിതക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ മേലെ വെച്ച് കെട്ടണ്ട എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള ആണുത്ത ഭാഷ, ആണുത്ത അഹങ്കാരം, ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ കുത്തകയായി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് പറഞ്ഞത്. ഇവിടെ വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാട് സംസാരിക്കുന്ന ആളുകളില്ലേ. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ചാനലിൽ ഞാൻ ചർച്ച നടത്തുമ്പോൾ മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഭാഷയിൽ സംസാരിച്ച CPM പ്രതിനിധി ഉണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു
വ്യക്തിപരമായും സംഘടനാപരമായും അഭിമാനത്തോടു കൂടി പറയും, ഞാൻ നിങ്ങളുടേതടക്കം എല്ലാ മുഖ്യധാര ചാനലിലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ആരെ വാക്കുകൊണ്ട് പോലും അതിജീവിതയെ അപമാനിച്ചിട്ടില്ല, ഇയാളെ ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ ഈ പറയുന്ന ആൾക്കൂട്ട മാനസികാവസ്ഥയെ, ആൾക്കൂട്ട കയ്യടികളെ ഞങ്ങളുടെ പാർട്ടിയുടെ ചുമലിൽ വെച്ച് കെട്ടണ്ട എന്നാണ് പറഞ്ഞത്. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താ? CPM പോലൊരു കേഡർ പാർട്ടിയാണോ? അതൊരു ബഹുജന സംഘടനയാണ്, മാസ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് സുശിക്ഷിതമായ പാർട്ടി ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പാലിക്കുന്ന ആളുകളാണോ? എന്നിട്ട് പോലും കോൺഗ്രസ് എടുത്ത വളരെ കൃത്യമായ നിലപാടുണ്ട്. അത് KPCC പ്രസിഡന്റ് പറഞ്ഞതാണെന്നേ. അപ്പോൾ പോലും ഞങ്ങൾക്കെതിരെ വന്ന വിമർശനം എന്താണെന്ന് അറിയോ മാധുവിന്? CPM അവരുടെ ആളുകളെ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളോട് FIR എടുക്കാത്ത, പരാതിക്കാരില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരാളെ പുറത്താക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞ വിമർശനങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിലപാടെടുത്തപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, അത് ആരെ ചൂണ്ടിക്കാണിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എന്ന് കൂടി മാധു കാണണ്ടേ? ആ നിലപാടിൽ നിങ്ങളെ വിമർശിച്ചത് ആരാണ്? അല്ല, കോൺഗ്രസിനുള്ളിൽ എന്ന് പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? ഇവിടെ സൈബർ സ്പേസിൽ അഭിപ്രായം പറയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണോ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് സൈബർ സ്പേസിൽ പറയുന്ന ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന്. എന്നിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ പറയാണ് സൈബർ എടുത്ത് ആ വിമർശനം ഉണ്ടാകുന്നുള്ളതോ? ആ സൈബർ എടുത്ത് കോൺഗ്രസിനകത്തു നിന്നാണോ ഞാൻ പറഞ്ഞത്? കോൺഗ്രസിനകത്ത് ഇപ്പോഴും അത്തരം അഭിപ്രായം ഉണ്ടെന്നാണ് അങ്ങ് ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ആധികാരികമായി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR എടുത്തതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നടപടിയെടുത്ത് പുറത്തു നിർത്തിയത് നിങ്ങൾക്കെതിരെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് അല്ല, കോൺഗ്രസിനുള്ളിൽ നിന്നല്ലല്ലോ പറഞ്ഞത്. പൊതുമധ്യത്തിൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളില്ലേ? CPM അതിന്റെ ആളുകളെ ഞാൻ പറയാത്ത, വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് അങ്ങേക്ക് പരിശോധിക്കാൻ, ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ നാവിൽ അടിച്ചേൽപ്പിക്കരുത്. കോൺഗ്രസിനകത്ത് എന്ന വാക്ക് ഒരു ഘട്ടത്തിൽ അതിനകത്തില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത്തരമൊരു നിലപാടെടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. CPM അത്തരം നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തിന് FIR ഇല്ലാത്തൊരു കാര്യത്തിൽ, പരാതിക്കാരി ഇല്ലാത്ത കാര്യത്തിൽ ഓടിച്ചാടി അങ്ങനെ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച ആളുകളില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയാണ്, നമ്മളെല്ലാവരും ഒരു ഉത്തരവാദിത്തമുള്ള ചർച്ചയിലിരിക്കുകയാണ്. അങ്ങനെ ഒരു വിമർശനം മറ്റാരെങ്കിലും, ഇപ്പോ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരോ രാഹുൽ ഈശ്വറിനെ പിൻപറ്റുന്ന സൈബർ ഇടത്തെ അണികളോ, അതിന് ഈ മെൻസ് കമ്മീഷനൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതിനപ്പുറത്തേക്കുള്ള ആരെങ്കിലും പറഞ്ഞതായി എനിക്കറിയില്ല. അപ്പൊ കോൺഗ്രസിന് ഇത്ര കൊള്ളാൻ മാത്രം ആ വിമർശനം ഉന്നയിച്ചത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. അല്ല, ആകാംക്ഷക്കല്ലേ പറഞ്ഞത്? അങ്ങനെ പല രാഹുൽ ഈശ്വറിന് ഉൾപ്പെടെ തന്നെയാണ് പറഞ്ഞതെന്നേ. അതിനകത്ത് ഞങ്ങൾ ഈ പറയുന്ന CPM അത് സ്വീകരിക്കുന്നില്ല, ഞങ്ങളത് സ്വീകരിക്കുന്നത് നിരന്തരമായ പ്രൊപ്പഗാൻഡകളുണ്ട്. CPM എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, നിങ്ങൾ സംരക്ഷിക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായ ആ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ് എടുത്ത നിലപാടാണ് ഈ പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നിങ്ങളുടെ മുൻ KPCC ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അതിനുശേഷം നിലമ്പൂരിൽ ഒരു പാതിരാത്രിക്ക് PV അൻവറിന്റെ അടുത്തേക്ക് രാഷ്ട്രീയ ചർച്ച നടക്കാൻ പോയി എന്നാണ് വെപ്പ്. അപ്പോ അന്ന് KPCC അധ്യക്ഷൻ ചോദിച്ചു, ഇത്രയും ജൂനിയർ ആയ ഒരു MLA ആണോ, അല്ല ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇത്രയും ജൂനിയർ ആയ ഒരു MLA ആണോ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ മുൻ KPCC അധ്യക്ഷൻ ആ ഘട്ടത്തിൽ ആരാണെന്ന് പോലും അറിയാത്ത, നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും ജൂനിയർ ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് സംബോധന ചെയ്ത ഒരാളാണ് നിങ്ങൾ ഇത്രയും വലിയ പൊളിറ്റിക്കൽ റിസ്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി രാഹുൽ ഈശ്വറിന്റെ നിയമോപദേശം കേട്ടിട്ടാണ് എങ്കിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഓരോ ഓഫൻസും അദ്ദേഹത്തിനെതിരെ ഇല്ല. പക്ഷേ തുടർച്ചയായി സ്വന്തം ബാധിച്ച് ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. ആ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടയാൾ പുറത്തും അതിനുവേണ്ടി പോസ്റ്റ് ഇട്ട് സ്വന്തം അഴിക്കുള്ളിൽ പോയി കിടക്കുകയും ചെയ്യുന്ന ഉപദേശങ്ങളാണ് ഇനിയും കോൺഗ്രസ് ഈ ഘട്ടത്തിലും മുഖവിലേക്ക് എടുക്കുന്നതെങ്കിൽ നമോവാകം. ഞങ്ങൾ മുഖവിലക്ക് എടുക്കില്ല എന്നല്ലേ പറഞ്ഞു മാധു? അല്ല, മുഖവിലക്ക് എടുക്കില്ല എന്നാണ് പറഞ്ഞത്, മുഖവിലക്ക് എടുക്കുന്നു എന്നല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾ അതിനെ മുഖവിലക്ക് എടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രാഹുൽ ഈശ്വറിന്റെ അടക്കം മുഖവിലക്ക് എടുക്കുന്നില്ലെങ്കിൽ ഈ വിഷമത്തിന്റെയും ഈ ദുഃഖഭാരത്തിന്റെയും പറഞ്ഞത്. ശരി,
ശ്രീ പ്രിന്റു മഹാദേവ്, ഇപ്പോ നിയമസഭാ സാമാജികനായ ഒരാൾ പോലീസ് കണ്ടെത്താൻ കഴിയാതെ 8 ദിവസം നിയമത്തിന് മുന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇന്ന് അഭിഭാഷകൻ പറഞ്ഞു അദ്ദേഹം നിയമത്തിന് മുന്നിലുണ്ട്, അദ്ദേഹം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി നാളെ ഹാജരാകാൻ പറഞ്ഞാൽ നാളെ ഹാജരാകും. അങ്ങനെ അരൂപിയായി നിൽക്കുകയും നിയമ സംവിധാനം വിളിച്ചു വരുത്തുമ്പോൾ മാത്രം വന്ന് അവിടെ മുഖം കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ ജനപ്രതിനിധിയായി തുടരുകയാണ്. അത് അങ്ങ് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായി കേൾക്കാനായില്ല. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലല്ല, അദ്ദേഹം കോടതിയെ വിളിച്ചു വരുത്തിയാൽ ആ സമയത്ത് വരാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ന് അഭിഭാഷകൻ പറഞ്ഞത്. അതായത് നിയമ സംവിധാനത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ പോലീസിന് നാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അരൂപിയായി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ജനപ്രതിനിധിയായി തുടരുക? അല്ല, ഇതിന് അരൂപിയാക്കുകയാണല്ലോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ. നമുക്കറിയാലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനകത്ത് 2 മുന്നണി സംവിധാനങ്ങളും വേട്ടക്കാരനൊപ്പമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കോടതി ഇന്നാണല്ലോ അദ്ദേഹത്തെ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇത്രയും ദിവസങ്ങളുണ്ടായിരുന്നല്ലോ കേരള പോലീസിന്. എന്തുകൊണ്ട് കേരള പോലീസ് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 മുന്നണി സംവിധാനങ്ങളും ഈ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് അതിജീവിതയെ അപമാനിക്കുകയാണ്, കേരളത്തിൻ്റെ പൊതുബോധത്തെ അപമാനിക്കുകയാണ്, പൊതുസമൂഹത്തിനെ മുറിവേൽപ്പിക്കുകയാണ് നിരന്തരമായിട്ട്. നമ്മൾ ഈ കേസിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ പോലീസ് വളരെ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിട്ട് വക്കീൽ ഓഫീസിൽ പോയിട്ട് അദ്ദേഹം ജാമ്യ ഹർജിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം സെഷൻ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിന് വീടിന് തൊട്ടടുത്തെത്തുന്നു, കാടിന് തൊട്ടടുത്തെത്തുന്നു, ഇന്ന റിസോർട്ടിലാണ് അല്ലെങ്കിൽ ഒരു സിനിമാ നടിയുടെ കൂടെ പോകുന്നുണ്ട് എന്ന് പറയുന്നതിലല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ പോലീസിന് ഏതെങ്കിലും അദ്ദേഹത്തിന് പിടിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു കാര്യം സുഷ്കാന്തിയും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കേരള പോലീസ് മോശക്കാരായതുകൊണ്ട്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തടിയവൻ്റെ ഇവിടെ നസീർ, നമുക്കറിയാലോ, തടിയൻ്റെ ഇവിടെ ബോംബ് കേസിലെ പ്രതി, അദ്ദേഹത്തെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നിന്ന് 2 ദിവസം കൊണ്ട് കുഗ്രാമത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നവരാണ് കേരള പോലീസ്. അതുകൊണ്ട് കേരള പോലീസ് അത്ര മോശക്കാരാണെന്നൊന്നും ഒരഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ആസൂത്രിതമാണ്. അത് നമുക്കറിയാം. ശിവൻകുട്ടി, നമുക്കറിയാം, ആദരണീയനായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇദ്ദേഹത്തിന് കൂടെ വേദി പങ്കിട്ട സമയം മുതൽ തന്നെ നമുക്ക് സംശയമുണ്ട് ഇത് 2 കൂട്ടരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കൂട്ടർ ശ്രമിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വേട്ടക്കാർ 2 മുന്നണിയിലുമുണ്ട്. 2 കൂട്ടരുടെയും കേസുകൾ വന്ന സമയത്ത്, അത് നിയമസഭാ സാമാജികർ ഉൾപ്പെടുന്ന കേസുകൾ വന്ന സമയത്ത് പരസ്പരം സന്ധി ചെയ്ത് സഹായിച്ചവരാണ് ഇവർ. അപ്പോൾ അവർക്ക് കിട്ടിയ സഹായത്തിന് ഇപ്പോൾ പകരം സഹായം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇത് നീതിബോധത്തിന്റെ ഒരു വിഷയം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ കേരള പോലീസിൽ നിഷ്പ്രയാസം സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇങ്ങനെ പറയുന്നത് കേട്ടു, അദ്ദേഹം വലിയ രീതിയിൽ ഞങ്ങൾ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിച്ചില്ല, ഞങ്ങൾ പ്രതിയെ എല്ലാ കാലത്തും തള്ളി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമല്ലോ കോൺഗ്രസ്സുകാർ കാട്ടിയിട്ടുള്ള നാടകങ്ങൾ. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ഈ കോടതി വിധി വന്നതിന് ശേഷം ഈ സൈബർ കൂട്ടങ്ങൾ വീണ്ടും വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ. ഈ കെട്ടിക്കളി സംഘം വലിയ രീതിയിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അണികൾ, ലീഗിന്റെ അണികൾ വലിയ രീതിയിൽ കലാപമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ ഓരോ നാൾ വഴികളും നിങ്ങൾ നോക്കുക. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അപമാനിച്ച കേസുണ്ടായല്ലോ. ആ കേസിനകത്ത് രാഹുൽ ഈശ്വർ മാത്രമല്ല അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തിന് സ്വയം ജയിലിൽ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടും ഈ കേസിനകത്ത് അദ്ദേഹത്തിന് മുഖം വരാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം പോയത്. അല്ലാത്തയും പ്രതികൾ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്ലോറിൽ തന്നെയാണല്ലോ ഒരു പ്രതി വന്നിട്ട് ഇന്നലെ ചർച്ചയ്ക്ക് ഇരുന്നത്. ഈ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതിനകത്ത് കോൺഗ്രസിൻ്റെതായിക്കോട്ടെ, CPM-ന്റെ ആയിക്കോട്ടെ, പിണറായി വിജയൻ സർക്കാരിന്റെ ആയിക്കോട്ടെ, അതിജീവിതയ്ക്കൊപ്പമല്ല. നേരത്തെ പ്രേംകുമാർ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ പിണറായിയുടെ പോലീസിന്റെ കൺമുമ്പിൽ വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരാജയമാണ്. ഇത്തരത്തിലുള്ള വേട്ടക്കാർക്ക് എല്ലാ കാലഘട്ടത്തിലും പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവർ 2 മുന്നണികളും ഈ കേരളത്തിലെ ഈ പറയുന്ന സ്ത്രീ പീഡകർക്കൊപ്പമാണ്. അല്ലെങ്കിൽ നോക്കൂ, ഈ പറയുന്ന വ്യക്തികളെ കൃത്യമായിട്ട് അതിജീവിതയെ അപമാനിക്കുക മാത്രമല്ല, സൈബർ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ പോലും പുറത്തേക്ക് കൊണ്ടുവന്ന് അവളെ എല്ലാ അർത്ഥത്തിലും മാനസികമായ തകർത്തിയ ആളുകളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതിനകത്ത് 2 മുന്നണികളും 2 മുന്നണി സംവിധാനങ്ങളും ഈ വേട്ടക്കാരനൊപ്പം തന്നെയാണ്. ഇനിയിപ്പോ അന്തിമമായി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സെഷൻ കോടതിയുടെ വിധിയെ എതിരായപ്പോഴാണ് ഇവർ പുറത്താക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഇടത് ഹാൻഡിലുകൾ വ്യാപകമായി പറഞ്ഞൊരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓടട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്,
ഈ പരമാവധി ഓടട്ടെ, സുപ്രീം കോടതിയിൽ ചെല്ലുന്നത് വരെ ഓടട്ടെ, ഒളിവിലിരിക്കട്ടെ, അവിടെ നിന്ന് ഈ പറയുന്ന മാനസികാഘാതം മുഴുവനും അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു മധുര പ്രതികാരത്തിൻ്റെതായിട്ടുള്ള അത്തരം ഭാവനകൾ ചേർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അറസ്റ്റ് അതിനൊന്നും വശംവദമായിട്ടല്ലല്ലോ നിയമ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. അറസ്റ്റ് തടയപ്പെടുന്നത് ഇന്നാണ്. ഇപ്പോൾ രണ്ടാമത്തെ കേസിലാണെങ്കിലും അറസ്റ്റ് തടഞ്ഞിട്ടില്ല, പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ. പോലീസ് സംവിധാനത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന രാഷ്ട്രീയ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് CPM അടക്കം വ്യക്തമാക്കുന്നത്. പക്ഷെ കോൺഗ്രസ് പറയുന്നു അങ്ങനെയല്ല, ഇതൊരു തിരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം കത്തിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന്. അങ്ങനെ ഒരു ലാക്കുണ്ടോ? തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറയാൻ മുമ്പ് 2-3 കാര്യം നമ്മുടെ VR അനൂപ് പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഞാൻ കോൺഗ്രസിലെ ആഭാസന്മാർ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് VR അനൂപിന് വിഷമാവുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിന്റെ ആരാധനായ പ്രതിപക്ഷ നേതാവിനെ കെയ്ക്കച്ചൻ എന്ന് വിളിക്കുന്ന ആളുകളെയാണ്, രമേശ് ചെന്നിത്തലയെ തെറി വിളിക്കുന്ന ആളുകളെയാണ്, ഉമാ തോമസിനെയും KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയെയും തെറി വിളിക്കുന്ന ആളുകളെയാണ് ഞാൻ കോൺഗ്രസിലെ ആഭാസന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത്. അതാരാണെന്ന് VR അനൂപ് തന്നെ പിന്നെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവരപ്പം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? രാഹുൽ ഈശ്വർ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് അനൂപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഇരുന്നുകൊണ്ടാണ് VR അനൂപിനെ പോലുള്ള ഒരു സാംസ്കാരിക മുഖമുള്ള ഒരാൾ പറയുന്നത് പരാതിക്കാരികൾക്ക് പരാതി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണെന്ന്. 100% സത്യമാണ്. VR അനൂപ് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക മുഖമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയായിട്ടുള്ള ഷഹനാസ് ആണ് പറഞ്ഞിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്ന സമയത്ത് ഞാൻ ഷാഫിയോട് പറഞ്ഞിരുന്നു, അയാൾ എന്നോട് വരെ മോശമായി പെരുമാറിയിട്ടുണ്ട്, ഇത് ചെയ്യരുതെന്ന്. അങ്ങനെയാണ് നിങ്ങൾ പ്രസിഡന്റ് ആക്കിയത്, അങ്ങനെയാണ് MLA ആക്കിയത്. ഈ പരാതിക്കാരികൾക്ക് പരാതി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. പൊളിറ്റിക്കൽ പ്ലോട്ടാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറിയ ദിവസം കേരളത്തിന്റെ UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് ഇത് ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ആരും അതിജീവിതയെ അപമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ ഇന്നിവിടെ ഈ ചർച്ചയിൽ വന്നിരിക്കേണ്ടിയിരുന്ന KPCCയുടെ ഔദ്യോഗിക വക്താവായ സന്ദീപ് വാര്യർ ഒളിവിലാണ്. രാഹുൽ ഈശ്വർ എന്ത് കേസിലാണോ അകത്ത് കിടക്കുന്ന അതേ കേസിലുള്ള പ്രതിയാണ് സന്ദീപ് വാര്യർ. അയാൾ പുറത്തിറങ്ങുന്നില്ല, അയാൾ കോടതിയിൽ ഹാജരാകുന്നില്ല, അയാൾ തെളിവുകൾ ഹാജരാക്കുന്നില്ല. ഇത്രയും ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. എന്നിട്ടും ഇങ്ങനെ പറയാനുള്ള നിങ്ങളെ കഴിവിന് നമോഭാഗം. ഇനി അറസ്റ്റ് ഡിലേ എന്നുള്ളൊരു കാര്യം, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളട്ടെ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ വളരെ ഉത്തരവാദപ്പെട്ട ഒരു പൊളിറ്റീഷ്യനും അതേപോലെ നിയമസഭാ സാമാജികനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രൂപം കൊണ്ടും മനുഷ്യനും സ്വഭാവം കൊണ്ടൊരു സെക്ഷൽ കാനിബോളും ആണെന്നാലും ഏത് പൗരനാണെങ്കിലും ഒരു മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്ന സമയത്ത്, ആന്റിസിപ്പേറ്ററി ബെയിൽ പെറ്റീഷൻ പെൻഡിങ് ആവുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ജുഡീഷ്യൽ മര്യാദ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എൻ്റെ വിചാരമാണ്. മുഖ്യമന്ത്രി ഇന്ന് പറയേണ്ട കേരളത്തിന്റെ രീതി ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് അയാളെ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ പോലീസ് അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നും തിരുവനന്തപുരം കോടതി ജാമ്യം നൽകാത്ത സാഹചര്യമുണ്ട്. പിറ്റേന്നാണ് ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത്. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഹാജരാവാൻ വേണ്ടി കോടതിയിലെത്തിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നീല ഷർട്ടിട്ട പോലീസുകാരൻ കോടതി പരിസരത്ത് നിന്ന് വലിച്ചു പിടിച്ച് പുറത്തു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പോലീസുകാർക്ക് പറ്റും. അല്ല, ഞാൻ പറയട്ടെ, എനിക്കതിലുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഭയങ്കര എന്ന് പറയാ ബ്രേക്കിംഗ് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ത്രില്ലിംഗ് ആയ രീതിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ജാമ്യമാവുകയും അവർക്കെതിരെ ഫ്രെയിം ചെയ്യുന്ന കേസ് വീക്ക് ആവുകയും ചെയ്യുക എന്നുള്ളതല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ പോലീസിന്റെ പ്രാഥമികമായ ദൗത്യം. അവരെപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോൾ കൃത്യമായി കേസ് ഫ്രെയിം ചെയ്യുകയും വളരെ ടൈം ബൗണ്ടായ രീതിയിൽ ഫുൾ പ്രൂഫായ രീതിയിൽ ട്രയലിന് വിധേയരാക്കി അവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാവണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ ഉത്തരവാദിത്വം. അറസ്റ്റ് ഒരാഴ്ച വൈകുന്നതിനേക്കാൾ വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരനായ ഒരു ക്രിമിനലിനെ പുറത്തു വന്നു കഴിഞ്ഞാൽ അഴിക്കുള്ളിൽ തന്നെ ഇടാനും അയാൾ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അയാൾ അനുഭവിക്കേണ്ടുന്ന 10 വർഷമോ 12 വർഷമോ അത്രയും കാലം കാരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള കാര്യമാണ് സർക്കാരും പോലീസും
ചെയ്യേണ്ടത്. നമുക്കും വാർത്ത കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് സത്യമംഗലം കാട്ടിലൂടെ 12 കിലോമീറ്റർ ഓടി രാഹുലിനെ പിടിച്ചു, ലൈവ് വിഷ്വൽസ് കാണാൻ ഇഷ്ടമാണ്. ആ ആവേശത്തിനേക്കാൾ കൂടുതൽ ഇനി മേലിൽ ഒരാളും ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കില്ല എന്നുള്ള രീതിയിൽ, ഇനി മേലിൽ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാത്ത രീതിയിൽ ഈ മനുഷ്യനെ, ഈ മനുഷ്യരൂപിയെ മാതൃകാപരമായി ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയനാക്കുകയാണ് വേണ്ടത്. പക്ഷെ അങ്ങ് നേരത്തെ ഞാൻ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം തന്നെ അവിടെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അത് പെൻഡിംഗ് ആയി നിൽക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അങ്ങയുടെ ആദ്യത്തെ ന്യായം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങ് പറയുന്നു അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വം അതല്ലായിരുന്നു. ജുഡീഷ്യൽ മര്യാദ എന്നാ ഞാൻ പറഞ്ഞത്. ജുഡീഷ്യൽ മര്യാദ ആന്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിംഗ് ആവുമ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ശരി, അല്ല അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അങ്ങ് പറഞ്ഞത് ചെയ്യുക എന്നുള്ളതിനേക്കാൾ പ്രധാനം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ പ്രധാനം ട്രയൽ എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതാണ്. തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ആയല്ലോ പ്രതിയാവുമ്പോൾ. ശരി, ശ്രീ വി ആർ അനൂപ്, ഇപ്പോ 15-ാം തീയതി ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട് ഒരു കേസിൽ. രണ്ടാമത്തേത് ഇപ്പോഴും ഡെമോക്രസിന്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലം നിങ്ങളുടെ MLA കൊണ്ടുപോയി. അതൊക്കെ തോന്നലാണ് മാധു, അങ്ങനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനു മുൻപ് ഇവിടെ ബഹുമാന്യനായ പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറച്ചു വയ്ക്കുന്ന ഒരാളല്ല, ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക പാനലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ സെലക്റ്റീവായി ചിലതിനോട് പ്രതികരിക്കുകയും ചിലതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇത്തരം ആണത്ത ഭാഷ, അതിജീവിതമാരെ അപമാനിക്കൽ, ഇത് ആരുടെയെങ്കിലും കുത്തകയല്ല എന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് അതല്ല, അതാരെങ്കിലും അങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസവും ഞാനിരുന്നൊരു പ്രധാനപ്പെട്ട ചാനൽ ചർച്ചയിൽ CPMൻ്റെ പ്രതിനിധി വന്നിരുന്ന് വളരെ ധൈര്യപൂർവ്വം പറഞ്ഞത് മുകേഷിനെതിരെ കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ലെന്നാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്ന ആളുകൾ അതിജീവിതമാരുടെ അട്ടിപ്പേർ അവകാശമൊന്നും എടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അതിജീവിതങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ച് ഇത് അതിജീവിതയോടോ അവർക്ക് നീതി മേടിച്ചു കൊടുക്കണോ എന്നുള്ള താല്പര്യമല്ലെന്നേ, മറിച്ച് ഇത്തരം പ്രശ്നം ഉയർത്തി കാണിച്ച് CPMന് നേരെ വരുന്ന രാഷ്ട്രീയമായ ചില വിമർശനങ്ങളെ മറയ്ക്കാനുള്ള ഉപാധിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉപയോഗിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. പറഞ്ഞല്ലോ, ഞങ്ങൾ അയാളെ രാഷ്ട്രീയ ഇവിടുത്തെ മെയിൻ വിഷയം ഇത് നോക്കൂ. ഇപ്പം മുകേഷിന്റെ വിഷയം ആരാണ് ഇപ്പോൾ, അത് മുകേഷിന്റെ വിഷയം ഒരു ചെറിയ വിഷയമാണെന്നോ അത് എന്തെങ്കിലും തരത്തിൽ സംസാരിക്കാതിരിക്കേണ്ട വിഷയമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്ന ആളുമല്ല ഞാൻ. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന വനിതാ നേതാക്കൾ തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അതേപോലെ കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ വനിതാ നേതാക്കളും ഉമാ തോമസ് അടക്കമുള്ളവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം പറഞ്ഞതാണ്. മുകേഷിന്റെ വിഷയം ആ നിലയ്ക്ക് ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വാർത്തകൾ വരുമ്പോൾ മുകേഷിന്റെ പേരെടുത്തു ഉപയോഗിക്കുന്നത്, ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് പ്രതിരോധം എന്ന നിലയ്ക്കാണ്. അല്ലാതെ അത് മറയ്ക്കാനുണ്ടായ വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. നിങ്ങൾ അങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പോകരുതേ. മുകേഷ് എന്തിനാണ് ഡേറ്റ് ഒന്ന് നോക്കൂ, അതിന്റെ ഒരു ടൈം ലൈൻ തന്നെ നോക്കൂ. മുകേഷിന്റെ വിഷയം ഈ കേരളം ചർച്ച ചെയ്തിട്ടില്ലേ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പ്രതിരോധിക്കാൻ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ് മുകേഷിന്റെ വിഷയം. അല്ലാതെ മുകേഷിന്റെ വിഷയം ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്തുപയോഗിക്കുകയാണോ ചെയ്യുന്നത്? ഇത് ആരെ പറ്റിക്കാനായി ഈ ന്യായങ്ങൾ പറയുന്നത്? ഒരു പറ്റിക്കലിൽ മാധു, ഞാൻ പറയുന്നത് എന്താ, മാധു ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിലും സ്ത്രീ എന്നുള്ള രീതിയിലും നടത്തുന്ന വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. അതിൽ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കും. ആ വിമർശനങ്ങളെ പോസിറ്റീവായി തന്നെ കാണും. പക്ഷേ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ, ഇടതുപക്ഷ സഹയാത്രി എന്ന ആൾ പറയുമ്പോൾ ആ ഇരട്ടത്താപ്പുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മുകേഷിൻ്റെ വിഷയമുണ്ടായപ്പോഴുള്ള സംഭവമല്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പങ്കെടുത്തൊരു ചർച്ചയിൽ CPMൻ്റെ പ്രതിനിധി വന്ന് സംസാരിച്ചതാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ ഒരു വർഷം മുമ്പ് നടന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. CPM-ന്റെ പ്രതിനിധി പറയാണ് മുകേഷിനെതിരെ പറഞ്ഞ പരാതിക്കാരുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് പറയുകയും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വിശദാംശങ്ങൾ കൂടി പറയുക. സമാനമായ കാര്യത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെയും നേരത്തെ പറഞ്ഞ KPCCയുടെ ഭാരവാഹിക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് നീതിയാണെന്നേ. ഞങ്ങളുടെ പാർട്ടി ചെയ്യുമ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്നും ആ ഇരട്ടത്താപ്പ് ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ? ഈ ഫ്ലോറിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടതെന്നാണോ? ഞങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾ അതിജീവിതയെക്കുറിച്ച് സംസാരിക്കും, പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതിജീവിതയോട് കാണിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് വ്യാജമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റ് സ്ത്രീപക്ഷത്തു നിന്നുള്ള വിമർശനങ്ങളെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് അങ്ങ് പറയുന്നു. സ്വാഭാവികമായും നിങ്ങൾക്ക് കേസെടുക്കാം. VR അനൂപ് ഇത്തരത്തിലുള്ള നിയമപ്രക്രിയയിൽ വളരെ ആക്റ്റീവായി ഇടപെടുന്ന ആളാണല്ലോ. നിങ്ങളുടെ പുതിയ KPCCയുടെ ഭാരവാഹി സന്ദീപ് വാര്യർ, അദ്ദേഹത്തിനെതിരെ സമാനമായ കേസിൽ നിയമ നടപടി പോവുകയാണ്. പ്രിന്റു മഹാദേവും ഒപ്പം ശ്രീ ഡോക്ടർ പ്രേംകുമാറും അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ അട്ടിപ്പേരവകാശം ആർക്കാണാവോ? അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. CPM-ന്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങൾക്കുള്ള ധാർമ്മികമായ ശുദ്ധി CPM-ന് ഇല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ പറഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ നിലപാടിന് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആ കേസിന് ഞങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനാപരമായ നിലപാടുമില്ല. അങ്ങനെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാര്യം, നിങ്ങളുടെ ഒരു സംഘടനാ നേതാവ് ഈ കേസിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട നിയമ നടപടി നേരിടുകയാണ്. കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് നിങ്ങളങ്ങ് പറയുകയാണോ? നിങ്ങൾ ഇങ്ങനെ തള്ളി പറയാൻ തുടങ്ങിയ കോൺഗ്രസ് അന്ന് ഇതേ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചതാ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെ കൃത്യമായി പറഞ്ഞതാ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടാണ്. ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിവരയിട്ട് ആവർത്തിച്ച് പറഞ്ഞ നിലപാടെന്ന് പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതിജീവിതയെ അപമാനിക്കുന്ന നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നത് എങ്കിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി രഹസ്യമായി തുടരും. അതിന് വിഘാതമായി നിന്നത് നിങ്ങളുടെ നേതാവല്ലേ? അതിന്റെ പേരിൽ നിയമ നടപടി നേരിടുന്നില്ലേ എന്നുള്ളതാണ് ഈ രണ്ട് പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യം. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വേണ്ട ഇവിടെ ആർക്കും അറിയാൻ. അത് ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഔദാര്യമല്ല. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നിയമപ്രക്രിയയെ തടസ്സപ്പെടുത്തിയ ആളുകളില്ലേ? കോടതി വിധിക്കെതിരെ പ്രകടനം നടത്തിയ ആളുകളില്ലേ? അപ്പോൾ അത് ഔദാര്യം എന്നല്ല, അത് രണ്ട് പാർട്ടികളുടെ രണ്ട് നിലപാട് തന്നെയാണ് മാധു. ഇവിടെ എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും നിയമപ്രക്രിയക്ക് കീഴടങ്ങുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്തിനെതിരെ നടത്തിയ പരാതി ഈ അന്വേഷണത്തിന് കൈമാറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സമാനമായ സാഹചര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞങ്ങളത് ചെയ്തു എന്ന അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ സ്വന്തം അന്വേഷണ കമ്മീഷനെ വെച്ചില്ല എന്ന് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങളതിന് ഇന്റേണലായ ഒരു സംഘടനാ പ്രക്രിയയാക്കി മാറ്റിയില്ല എന്ന് അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങുന്നു പറയുന്നത് ഞങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷെ അത് ചെയ്യാത്ത ആളുകളുണ്ട്, അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്, സംഘടനാ പ്രക്രിയയാക്കി മാറ്റിയ ആളുകളുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രേംകുമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ പറയുന്ന CPM-ലെ ഉന്നതരായ നേതാക്കന്മാർക്കെതിരെ പരാതി കൊടുത്ത ആ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ CPM-ലോ പൊതുരംഗത്തോ ഇല്ല. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, അത് ഞങ്ങൾ ഔദാര്യമായി ഉദാരതയായിട്ട് പറയുമൊന്നുമല്ല, ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നുണ്ട്. പുറത്തു പോയതാരാ? പ്രതിസ്ഥാനത്തുള്ള ആളാ. പക്ഷെ മറ്റേ CPM എന്ന ഇടത്തിൽ സംഭവിച്ചത് എന്താ? ഈ പരാതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉന്നത പദവിയിൽ ഇരിക്കുകയാണെന്നേ. P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയുടെ ചെറിയ പദവിയാണോ? KTDC ചെയർപേഴ്സണാണ് P. K. ശശി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ഒരു പാർട്ടിയുടെ KTDC പോലുള്ള സ്ഥാപനത്തിന് ഉത്തരവാദിത്തം നിൽക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയും വിൻസെന്റും ഒക്കെ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയല്ലേ എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം അതാണ്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണം പറഞ്ഞ് കളിക്കുന്നത് ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ കേസിൽ കുടുങ്ങിയ ആളുകളുടെയോ എണ്ണം പറഞ്ഞ് അഭിമാന പൂരിതമാകുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ശ്രീ പ്രിന്റു മഹാദേവ്, ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയെടുത്ത് ചോദിക്കുകയാണ്, കേരളത്തിലെ നിയമസഭാ സാമാജികരെ കുറിച്ച് പാർട്ടി തിരിഞ്ഞ് അംഗം വെട്ടുന്നത് ഞങ്ങളിൽ ഇത്ര പേർ റേപ്പ് കേസിൽ പ്രതികൾ, നിങ്ങളിൽ ഇത്ര പേർ റേപ്പ് കേസിൽ പ്രതികൾ എന്നുള്ളതാണ്. അപ്പോൾ നിയമസഭാ സാമാജികർ എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു, എത്രത്തോളം വർഷം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു, എത്ര ഫണ്ട് ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ ഒരു അഭിമാനാർഹമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പറയാം. ഈ നിലയ്ക്കുള്ള വാഗ്വാദങ്ങളെ എങ്ങനെ കാണണം?
അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് മുന്നണി സംവിധാനവും കേരളത്തിൽ അടുത്ത കാലത്തായി നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിനോട് ചെയ്യുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡക സംഘങ്ങളെ രണ്ടു കൂട്ടരും സംരക്ഷിക്കുന്നു. അതിനകത്ത് ഒരു എത്തിക്സോ ഒരു ധാർമ്മികതയോ ഒരു നീതിബോധമോ രണ്ടു കൂട്ടരും പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉള്ളിൽ ഉയർന്ന നീതിബോധം ഉണ്ടായിരുന്ന അഴിമതി കേസിലായിക്കോട്ടെ, ഇപ്പോൾ LK എന്ന രണ്ടക്ഷരം ഒരു ഡയറി കുറിപ്പിൽ വന്നതിൻ്റെ പേര് രാജിവെച്ച പാരമ്പര്യം നമ്മുടെ ലാൽകൃഷ്ണ അദ്വാനിക്കുണ്ട്. സംഘടിത ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങളിലാണ് AK ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. അപ്പോൾ ഉയർന്ന ധാർമ്മിക ബോധം ഉയർത്തിരുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടായ കാലഘട്ടത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡക സംഘങ്ങളാണ് കേരളത്തെ നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ശശി ഏതാണ്? സ്ത്രീ പീഡക കേസിലെ പ്രതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. MLA ഒരു മന്ത്രി ഇപ്പോൾ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് നേരെ അലിഗേഷൻ നമ്മളുണ്ട്. മുകേഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ രണ്ടു കൂട്ടരും ഒരുപോലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കേരളത്തിലുള്ളത്. അല്ലാതെ അതിജീവിതർ മനസാക്ഷിക്കൊപ്പം നോക്കൂ എത്ര വെൽ പ്ലാനിങ് ആയിട്ടാണ് ഈ കോൺഗ്രസിൻ്റെ സൈബർ സംഘങ്ങൾ, വെട്ടിക്കിളി സംഘം ആ അതിജീവിതയുടെ ഫോട്ടോ എത്ര ആസൂത്രിതമായിട്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവർ അപമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എതിർ നടക്കുന്ന സമയത്തും അതിനെതിരെ ഒരു കേസെടുക്കാൻ പോലും കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇവർ വലിയ രീതിയിലുള്ള വലിയ പ്രാമാണിത്തരമായിട്ട് പറയുന്നത്. അതല്ലല്ലോ കേരളത്തിൻ്റെ പൊതുസ്ഥിതി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് എല്ലാ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യം സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, സൂര്യനെല്ല കേസിനകത്ത് ഈ കോൺഗ്രസിൻ്റെ നിലപാട് ആർക്കൊപ്പമായിരുന്നു? ഐസ്ക്രീം പീഡന കേസിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഒപ്പമായിരുന്നു? സോളാർ പീഡന കേസുകളിൽ നിരന്തരം നോക്കൂ, ഈ പറയുന്ന തലതൊട്ടപ്പന്മാർ വരെ കുറിച്ച് പരാതി സരിത പറഞ്ഞു. അന്ന് നമുക്കറിയാം FIR-നകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നും ഇവരുടെ നിലപാട് ആർക്കൊപ്പമായിരുന്നു? കവിയൂരും കിളിയൂരും ഉണ്ടായപ്പോൾ ആർക്കൊപ്പമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ കേരളം ഇപ്പോൾ സിനിമാ മേഖലയിലെ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ആർക്കൊപ്പമായിരുന്നു? അപ്പം ഞാൻ പറയും, കേരളത്തിലെ പൊതു മനസാക്ഷിയെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നീതിബോധത്തെ തല്ലി തകർക്കുകയാണ് രണ്ടു കൂട്ടരും. അവിടെ വേദനിപ്പിക്കപ്പെടുന്ന നിരാലംബരായിട്ടുള്ള ഒരു പറ്റം പെൺകുട്ടികൾ ഇതുപോലെ ഇനി പരാതി പോലും പറയാൻ മടി കാണിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മാറും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും കേരളത്തിൻ്റെ പൊതുശല്യങ്ങളും പൊതുമാലിന്യങ്ങളുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് CPM-നുള്ളത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഏതൊക്കെ രീതിയിലേക്ക് ഒരു വോട്ട് ഷിഫ്റ്റിംഗ് നടത്തും ചിന്തിക്കുന്നു. രണ്ട്, ശബരിമല പോലെയുള്ള ഒരു വിഷയത്തെ മറയ്ക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ കാണുന്നത്. ഒരു തരത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്ന ആത്മാർത്ഥതയില്ല. ഇവരതുകൊണ്ടാണ് ഈ പറയുന്ന ഹൈക്കോടതി വിധി വരെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിലും ഈ നീതിബോധം കാണിക്കണ്ടേ? അങ്ങനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ജാമ്യ ഹർജി ആയതുകൊണ്ടാണ് ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ എന്താ കാണിക്കാത്തത്? അപ്പോൾ അതൊക്കെ ഒരു കോമാളിയെ പിടിച്ച് ഉള്ളിലിട്ടിട്ട് ഇവർ വലിയ ഇത് പറഞ്ഞു. മറ്റൊരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള BJP-യിലൊക്കെ പ്രവർത്തിച്ച ഒരു കൊടും ക്രിമിനൽ ആയിട്ട് സൈക്കോപാത്ത് SW എന്നാണ് അവർ അറിയപ്പെടുന്നത്, സൈക്കോ വാര്യർ എന്നാണ്. ആ സൈക്കോ വാര്യരെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫ്ലോറിലൊക്കെ മാധു കൊണ്ടുവന്നു. മാധു ഇങ്ങനെ ധാർമ്മികതയും നീതിബോധമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലോറിൽ പോലും മാതൃഭൂമി ഫ്ലോറിൽ ഇന്നലെ ആ പറയുന്ന പിടികുട്ട പുള്ളിയെ നിങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നീതിബോധവും ധാർമ്മികതയും ന്യൂസ് ചാനലുകളുടെ വാർത്താ മൂല്യങ്ങൾക്കനുസരിച്ച് മാറുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഔദ്യോഗിക പാനലിസ്റ്റായി നിങ്ങൾക്ക് പറയാനുള്ള ചർച്ചയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ പോലീസ് സംവിധാനത്തിന് നമ്മളോട് എവിടെയാണ് ഈ ബ്യൂറോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ പ്രിന്റു മഹാദേവ് ഈ ചർച്ചയിലേക്ക് വരുന്നത് അതേ ഏകജാലക സംവിധാനത്തിലൂടെ ഇന്നലെ ചർച്ചയ്ക്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശബരിമല അങ്ങനെയല്ല. കേസിൽ പ്രതികളാകുന്ന ആളുകളെ ചർച്ചയിൽ ഉൾക്കൊള്ളേണ്ടതില്ല എന്നാണ് ഉദ്ദേശമെങ്കിൽ BJP-യുടെ അടക്കമുള്ള പാർട്ടി പ്രതിനിധികളെ ചർച്ചയിലേക്ക് വരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഔദ്യോഗിക പാനലിസ്റ്റായി തന്നെയാണ് അദ്ദേഹം തീർച്ചയായും വിളിക്കരുത്. നിങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ വിളിക്കരുത്. ഞാൻ പറഞ്ഞത് പൊതുബോധം. ഞാൻ പറഞ്ഞത് ഒരു കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതി കൂടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഞങ്ങൾ ബൈറ്റ് എടുക്കുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഞാൻ സന്ദീപ് വാര്യരെ കേസിനെയും ഈ കേസിനെയും ക്രിമിനൽ കേസാണല്ലോ.
പോലെയാണോ ഈ അതിജീവിതയുടെ കേസ്? ഇത് നിരാലംബയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടിക്കൊണ്ട് ഒരു മറ്റും സൈക്കോപാത്ത് ക്രിമിനൽ കേരളത്തിൽ നടത്തുന്ന വലിയൊരു കേസ് എന്നാണ് ശ്രീ പ്രിന്റു മഹാദേവ് പറഞ്ഞത്. ഞാൻ അല്ലാതെ കേസിനെ താരതമ്യം ചെയ്തോ? ഇല്ല, അങ്ങനെ ഞാൻ താരതമ്യം ചെയ്തു എന്ന നിലയ്ക്ക് വിക്ഷുബ്ധനാകേണ്ട. ക്രിമിനൽ കേസ് എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. ആ വിഷയത്തിലാണെങ്കിൽ സ്വാഭാവികമായി ഞാൻ പറഞ്ഞേനെ ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് വയ്ക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ചർച്ചയിലേക്ക് വരേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞേനെ. മറ്റൊരു വിഷയത്തിലാണ് ക്രിമിനൽ കേസുകളുള്ള ആളുകൾ ചർച്ചയ്ക്ക് വരേണ്ടതില്ല എന്ന നിലപാട് നമുക്ക് മറ്റ് വിഷയങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല ഞാൻ പറയാം, ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പുറത്ത് ചർച്ച വരും. ഇത് ഏതാണ് കേസെന്നും കൂടി നോക്കണം നിങ്ങൾ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പെൺകുട്ടിയുടെ നിരാലംബയായിട്ടുള്ള ഒരു പെൺകുട്ടി എല്ലാം തകർന്നു നിൽക്കുമ്പോൾ അവരുടെ പടമടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ഗൂഢാലോചന പ്രതിയടക്കം മാതൃഭൂമിയെ പോലെയുള്ള ഒരു ചാനൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അദ്ദേഹത്തെ പോളിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നലെ അല്ല മാധു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ധാർമ്മിക ബോധമുണ്ടല്ലോ, എനിക്ക് അല്ലെ നിങ്ങൾക്കൊരു ധാർമ്മിക ബോധമുണ്ടല്ലോ, ഏത് തരത്തിലുള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊരു ധാർമ്മിക ബോധമുണ്ടല്ലോ. അല്ല, എനിക്ക് ധാർമ്മിക ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ സന്ദീപ് വന്ന് നിങ്ങൾ ആദ്യത്തെ ചർച്ചയിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഞാൻ ബഹിഷ്കരിക്കല്ല, ഞാൻ അദ്ദേഹം വന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടല്ലോ. നിങ്ങളുടെ ആദ്യത്തെ ചർച്ചയിൽ അഭിലാഷ് സാർ ഇരുന്ന ചർച്ചയിൽ അദ്ദേഹം വന്നിരുന്നിട്ട് വലിയ പോളിഷായിട്ട് അദ്ദേഹത്തെ ന്യായീകരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടു. അന്തസ്സില്ലാത്ത ഭാഷയിൽ എന്നെ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിരുന്നു. എന്റെ പൊതുബോധം നീതിബോധം ഇന്നലെ പ്രവർത്തിച്ചില്ല ശ്രീ പ്രിന്റു മഹാദേവ. ആ ചർച്ചയിൽ അങ്ങ് ബിജെപിയുടെ ഔദ്യോഗിക ഒച്ചെടുക്കാനാണെങ്കിൽ എനിക്ക് ഇതിലും നന്നായി ഒച്ചെടുക്കാൻ അറിയാം ശ്രീ പ്രിന്റു മഹാദേവ്. ഇന്നലത്തെ ചർച്ചയിൽ ബിജെപിയുടെ പ്രതിനിധിയായി അങ്ങും കോൺഗ്രസിന്റെ പ്രതിനിധിയായി സന്ദീപ് വാര്യരും ഉണ്ടായിരുന്നു. ആ ചർച്ച മറ്റൊരു വിഷയത്തിലായിരുന്നു. അങ്ങ് ചോദിക്കുന്നത് പോലെ അതേ ഔദ്യോഗിക പാനലിസ്റ്റ് ആയിട്ടാണ് വന്നത്. ആ വിഷയത്തിലാണെങ്കിൽ ഞാൻ സ്വാഭാവികമായും വിളിക്കില്ല. അങ്ങ് ആ ചർച്ചയിൽ സന്ദീപ് വാര്യർ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ഒരാളോടുമായി ഞാൻ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞില്ല. അങ്ങേക്കും സന്ദീപ് വാര്യർക്കും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ചർച്ചയിൽ ഇന്നലെയും നിങ്ങൾ തമ്മിൽ അലമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടായി. അത് ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അങ്ങ് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ധാർമ്മികത കൊടികുത്തി നിന്ന സമയമുണ്ടായിരുന്നു മഹാദേവ്. അങ്ങേക്ക് ആ ചർച്ച ബഹിഷ്കരിക്കാമായിരുന്നു. അങ്ങ് ചെയ്തില്ല. ഞങ്ങൾക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നാളെ ബിജെപിയുടെ പാനലിസ്റ്റുകളെ ക്രിമിനൽ കേസിലുള്ളവരെ പറ്റില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാമെന്നാണ് അങ്ങയുടെ ധാർമ്മികത പറയുന്ന ഉത്തരവാദിത്വ ബോധമുള്ള പ്രതികരണമെങ്കിൽ ഞാൻ ചെയ്യാമെന്നേ. ഞാൻ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാം. ശ്രീ MR അഭിലാഷ്, ഇപ്പോ ഹൈക്കോടതി തൽക്കാലം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഇവിടെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. മറ്റൊരു ദിവസം കേസ് പരിഗണിക്കാം എന്നുള്ള നിലപാടിൽ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അറസ്റ്റ് തടഞ്ഞിട്ടില്ല എങ്കിലും സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. രണ്ടാമത്തെ കേസിൽ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ കേസിലെ കംപ്ലൈന്റൻ ആരാ നമുക്കറിയാമല്ലോ, പരാതിക്കാരൻ KPCC അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുക, പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണോ, പരാതിയിൽ നിയമപരമായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാകുമോ? വലിയ വെല്ലുവിളിയാകും. കാരണം ഒരു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇമെയിലുകൾ അയച്ചു മാത്രം നമുക്ക് ആ വ്യക്തികളെ പ്രതികളാക്കാൻ കഴിയും. അപ്പൊ ആരാണ് അത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് ഇരയായതെന്ന് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു ആന്റിസിഡന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല എന്ന് പോലീസ് തന്നെ പറഞ്ഞു എന്നുള്ളത്. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ആകെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമാണെന്നാണ് ആ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പോലീസിനും അനുബന്ധ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ ഒരു നിരാലംബയായിട്ടുള്ള ഒരു പരാതിക്കാരി ഒരു പരാതി അയച്ചു, അവർക്ക് സമൂഹത്തിൽ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്ന് ഭീതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പുറത്തു വന്ന് പോലീസ് അധികാരികളോട് സത്യം പറയുവാൻ അവർക്ക് വൈമനസ്യം ഉണ്ടെങ്കിൽ, ഈ പോലീസ് സംവിധാനവും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് തുണയേകി ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് അസർട്ടൈൻ ചെയ്ത് മാനസികമായിട്ടും സാമൂഹികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുവാനുള്ള ആ ഒരു ഈഗർനെസ് പോലീസ് സംവിധാനം കാണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ പോലീസ് റിപ്പോർട്ട് വരുന്ന സമയത്ത് അവരതിന് വൈമനസ്യം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. ഇതെല്ലാം കേസ് വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയുമോ, വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശ്രീ MR അഭിലാഷ്, ആ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യം തന്നെ ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾ
കണ്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർക്ക് ആ കംപ്ലൈന്റുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ പരാതി പോലീസിലേക്കാണ് എത്തേണ്ടത്. ഇത് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് നമുക്ക് വിചാരിക്കാമായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിക്ക് മുന്നിൽ ഒരു പരാതി വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ആ പരാതി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവല്ലേ? അല്ല, പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയമസമൂഹത്തിൽ ഒരു ഇരയുണ്ടായെങ്കിൽ ഇരയ്ക്ക് ഈ ഒരു ഒഫൻസ് നടന്നതിനെ സംബന്ധിച്ച് പോലീസ് അധികാരികളെ അത് സംബന്ധിച്ച് പരാതി കൊടുക്കുവാനുള്ള ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളാണ്, സ്റ്റേറ്റിന്റെ സംവിധാനങ്ങളാണ്. അപ്പം അവർ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്നതുകൊണ്ട് അത് നിയമപരമായിട്ട് ബലഹീനമാകുന്നില്ല. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഉത്തരവാദിത്വമുള്ള ഏതൊരു പൗരനാണെങ്കിലും, ഇവിടെ KPCCയുടെ അധ്യക്ഷന്റെ ആ നിലപാട് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. ഒരു തരത്തിലും അത് മറച്ചു വെക്കാൻ അവർ ശ്രമിച്ചില്ല, കുഴിച്ചു മൂടാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് അയച്ചു, അല്ലെ DGPക്ക് അയച്ചു കൊടുക്കുക. DGPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പോലീസ് അധികാരി പരാതി KPCC അധ്യക്ഷന് കിട്ടി. അതിനുശേഷം അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. മാധ്യമങ്ങൾ വിളിച്ച് ആ കാര്യം തിരക്കിയപ്പോഴാണ് അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്. വാർത്ത വന്ന് നാട് മുഴുവൻ അറിഞ്ഞ് ഇനി ഈ പരാതി നമുക്കറിയാമല്ലോ, നിയമപരമായി തന്നെ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു നില രൂപപ്പെട്ടു. KPCC അധ്യക്ഷൻ അത് കൈമാറി, DGPക്ക് കൈമാറി. കോൺഗ്രസ് ഇത് ചെയ്തു എന്ന് പറയുകയും ചെയ്ത സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പരാതി അത് ആ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള, മൊഴി നൽകാനുള്ള, ഇപ്പോൾ ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ BNS പ്രകാരം മൊഴി എടുത്തതിന് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴും മുന്നോട്ട് പോകാൻ തയ്യാറല്ല എങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ആദ്യത്തെ കേസിലെ അതിജീവിതയുടെ ഫോട്ടോ അടക്കം പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ ഈ സംസ്ഥാനത്തുണ്ട്. എങ്ങനെയാണ് ഇരയാക്കപ്പെട്ട ഒരാൾക്ക് ആ ധൈര്യം ഉണ്ടാവുക? അങ്ങ് പറയുന്ന ആ ധൈര്യം സ്റ്റേറ്റിനും സമൂഹത്തിനും എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? മാധു, ആ ധൈര്യം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ പരാജയമാണ്. അവർക്കൊരിക്കലും നിഴലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഈ ഒരു ഒഫൻസ് നിയമത്തിന്റെ വഴിയിൽ അത് അന്വേഷിക്കുവാനും അത് വിചാരണ ചെയ്യുവാനുള്ള വഴിയൊരുക്കാൻ കഴിയില്ല. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഈ അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ ആദ്യത്തെ കേസിൽ അപകീർത്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പോലീസ് അധികാരികൾ എടുത്തിട്ടുള്ളത്. അവർ നിരവധി FIRകൾ രജിസ്റ്റർ ചെയ്തു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനെതിരെയുള്ള ഒരു പൊതുബോധവും കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇരുട്ടത്ത് ഒളിച്ചിരുന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിലൊരു സെക്ഷൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിക്ക് ഇരുളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന് വഴി തുറക്കാൻ കഴിയില്ല. അവർ പോലീസിനെ സമീപിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെന്ന് പരാതി രജിസ്റ്റർ അന്വേഷണം മുൻപോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു പോലീസ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും. പോസിറ്റീവായിട്ട് ഒരു റിപ്പോർട്ട്, ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, അതിനൊരു പരാതിക്കാരിയുണ്ട്, അവർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. അതില്ലാത്ത അവസ്ഥയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുക തന്നെ ചെയ്യും, അല്ലാതെ മറ്റു മാർഗമില്ല. അതും നിയമവാഴ്ചയുടെ ഒരു അനിവാര്യതയാണ്. ശരി, പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതിയായി വന്നതിന് ശേഷവും അതിൽ നിയമ നടപടി എടുക്കാൻ കഴിയുന്നില്ല. അത് കമ്മിറ്റ് ചെയ്ത ആളിലേക്ക് നിയമത്തിന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഡോക്ടർ പ്രേംകുമാർ, അവസാനമായി ഇതിന്റെ ഗതി എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കഴിഞ്ഞാൽ കെട്ടടങ്ങി പോകുമോ? ഇല്ല മാധു, നമ്മളൊക്കെ ഇതിനെപ്പറ്റി വളരെ ആകാംക്ഷയോടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പരാതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയാൽ ഈ സീൻ കംപ്ലീറ്റ് മാറുമെന്ന്. അതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നത്. കോൺഗ്രസ് അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നത്. അതിനുശേഷമാണ് KPCC പ്രസിഡന്റ് ഈ പരാതി ഫോർവേഡ് ചെയ്യുന്നത്. MR അഭിലേഷ് ശ്ലാഘനീയമാണെന്ന് പറഞ്ഞു, നല്ല കാര്യം. പക്ഷെ ഒന്നാമത്തെ പരാതിക്കാരിയും ഇതേ സണ്ണി ജോസഫിന് ഇമെയിൽ വഴി പരാതി അയച്ചിരുന്നു എന്നും എനിക്ക് ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നുവെന്നും ചാനലുകളിൽ ആ ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് പോലും വന്നിട്ടുള്ളതാണ്. മാധു ഇവിടെ പറഞ്ഞതുപോലെ വാർത്ത വന്നതിന് ശേഷം നിക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. പിന്നെ പാർട്ടി കമ്മീഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, KC വേണുഗോപാലിന്റെ ഭാര്യയും ഉമാ തോമസും അടക്കമുള്ള ആൾക്കെതിരെ സൈബർ ഇടത്തിൽ കൃത്യമായി ക്രിമിനൽ കേസെടുക്കാവുന്ന രീതിയിലുള്ള അക്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിനെതിരെ കോൺഗ്രസ് എന്താ ചെയ്തത്? VT ബൽറാമിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ കമ്മീഷൻ നിയമിച്ചു. ഏതെങ്കിലും ഒരു പരാതി പോലീസിലേക്ക് കൊടുത്തുവോ? ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പരാതി കൊടുത്തുവോ? KC വേണുഗോപാലിന്റെ ഭാര്യക്കെതിരെ ഇത്തരം ആക്രമണം ഉണ്ടായിട്ട്
കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അല്ലേ, പോലീസിന് പരാതി കൊടുത്തില്ലല്ലോ. നിങ്ങൾ പാർട്ടിയുടെ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് VT ബൽറാമിന്റെ. എന്നിട്ട് ആ VT ബൽറാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. എവിടെ റിപ്പോർട്ട് എന്താണ് വന്നിട്ടുള്ളത്? ലീഗിന്റെ താല്പര്യം എന്താണ് ഇതിൽ? ഇപ്പോ ഈ സൈബർ ഇടത്ത് സംരക്ഷണം ഒരുക്കുന്നതിൽ ഏറിയ കൂറും ലീഗ് ഹാൻഡിലുകളാണ് എന്നൊരു ആരോപണം അങ്ങ് ഉന്നയിച്ചല്ലോ. എന്താണ് അതിലെ താല്പര്യം? കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടും തീരാത്ത താല്പര്യം എന്താണ്? സത്യം പറഞ്ഞ പടച്ച തമ്പുരാനെ എനിക്കറിയില്ല. അവരോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അവരെന്താണ് പറയുന്നതെന്ന് അറിയില്ല. മുഹമ്മദ് റിയാസ് വീണയെ കല്യാണം കഴിച്ചത് വ്യഭിചാരമാണെന്ന് പ്രസംഗിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ പീഡിപ്പിച്ചാൽ എന്താ, ഗർഭിണിയാക്കിയാൽ എന്താ, അബോർഷൻ ചെയ്താൽ എന്താന്ന് ഇപ്പം ചോദിക്കുന്ന ലീഗിന്റെ അണികളോട് എന്താണ് ചോദിക്കേണ്ടത് പറയുന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുകയില്ല. ആ ചോദ്യം ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് എപ്പോഴെങ്കിലും നേരം വെളുക്കട്ടെ. പണ്ട് EK നായനാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ നട്ടുച്ചയാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് ഫേസ്ബുക്കിൽ. അത് മാത്രമേ ഇവിടെയും ചെയ്യാനുള്ളൂ. ഒരു ഐഡിയ ഇല്ല. നോ രക്ഷ അറ്റ് ഓൾ. ശരി, എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി.